നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്ന അടുത്തൊരു സൂപ്പർ ഹീറോ സിനിമയാണ് അല്ലെങ്കിൽ സൂപ്പർ ഹീറോ പടമാണ് കോസ്മിക് സാംസൺ എന്ന് പറഞ്ഞ സിനിമ. സന്ദീപ് പ്രദീപാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. മ്യൂസിക് നമ്മുടെ സിബി മാത്യു അലക്സ് ആയിരിക്കും. അഭിജിത്ത് ജോസഫ് ആയിരിക്കും സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജയസൂര്യയുടെ ജോൺ ലൂത്തർ എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ അല്ലെങ്കിൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ ഡയറക്ടറാണ് ഈ ഒരു സൂപ്പർ ഹീറോ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. നാളെ രാവിലെ 11 മണിയോടെയാണ് പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവരാൻ പോകുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് അതിമനോഹരം എന്ന നമ്മുടെ ലാലേട്ടൻ തരുൺമൂർത്തി സംവിധാനത്തിൽ വരുന്ന സിനിമേന്റെയാണ്. പടത്തിന്റെ ആദ്യ ലുക്കൊക്കെ സിനിമേന്റെ ടീം പുറത്തുവിട്ടതാണ്. ഇവൻ ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിൽ 2 എണ്ണമായിട്ട് നമ്മുടെ മീര ജാസ്മിൻ ഉൾപ്പെടെയായിട്ട്. എന്തായാലും പടത്തിന്റെ മ്യൂസിക് ജേക്സ് ബിജോയ് ആണ്, ഡയറക്ഷൻ നമ്മുടെ തരുൺമൂർത്തിയാണ്. പടത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് മെയ് മാസം 10 മുതൽ തൊടുപുഴയില്. എന്തായാലും വൺ എക്സ്പെക്ടേഷൻസും നല്ല പോലെ ഒരു ഫാൻ ബോയ് ഐറ്റം തന്നെയാണ് വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് തുടരും സിനിമയ്ക്ക് ശേഷം. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സന്താനത്തിന്റെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പേര് ലവ് ബൈറ്റ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും പോസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. സെൽവിൻ രാജ് സേവിയർ ആണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. റീസെന്റ് പുറത്തിറങ്ങിയ കോൺജറിങ് കണ്ണപ്പൻ എന്ന സിനിമയുടെ സംവിധായകനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗത്തിന്റെ ഒഫീഷ്യലായ ട്രെയിലറാണ്. ഇന്ന് വൈകുന്നേരം 7 മണിയോടെ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ, മീന, അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖ് എന്നിവർ അഭിനയിച്ച ഒരു വമ്പൻ സിനിമ തന്നെയാണ് സിനിമയുടെ 3rd പാർട്ട് ഫ്രാഞ്ചൈസിലെ. മ്യൂസിക് അനിൽ ജോൺസൺ ആണ്. ജിത്തു ജോസഫ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മെയ് 21 പടം റിലീസ്. രാവിലെ 8 മണിക്കായിരിക്കും സിനിമയുടെ ഫസ്റ്റ് ഡേ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വേൾഡ് വൈഡ്. പ്രീസെയിലൊക്കെ വേൾഡ് വൈഡ് ഓൾമോസ്റ്റ് 2 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫാൻ ഷോസ് ആണെങ്കിൽ 50ന്റെ മേലെയാണ് കൗണ്ട്. അടുത്ത അപ്ഡേറ്റ് അതിരടി സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റും സെൻസർ അപ്ഡേറ്റുമാണ്. പടത്തിന്റെ ട്രെയിലർ നിലവിൽ ഈ വരുന്ന മെയ് 11 പുറത്തു വരാൻ പോകുന്നത്. അത് മാത്രമല്ല സിനിമയുടെ ട്രെയിലറിന്റെ റൺ ടൈം അല്ലെങ്കിൽ ഒരു ടീസർ ട്രെയിലർ ആണെന്ന് കേൾക്കാൻ സാധിക്കുന്നത് 1 മിനിറ്റ് 30 സെക്കൻഡ് എന്ന്. സെൻസർ ബോർഡ് യു സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് നൽകിയത്. ഓൾമോസ്റ്റ് 2 മണിക്കൂർ 37 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം കാണാൻ സാധിക്കുന്നത്. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു ആണ് മറ്റ് കാസ്റ്റ്. വിഷ്ണു വിജയ് ആണ് മ്യൂസിക്. നമ്മുടെ അനിരുദ്ധനാണ് സംവിധായകൻ. മെയ് 14 പടം റിലീസ്. അങ്ങനെ ഒഫീഷ്യലായ OTT റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നമ്മുടെ ദുരന്തർ സിനിമയുടെ ടീം. ദുരന്തർ ടു ദ റിവെഞ്ച് എന്ന സിനിമ റിലീസിന് ശേഷം ഇപ്പോൾ OTT റിലീസിന് വരികയാണ്. ഈ വരുന്ന മെയ് 15 നമ്മുടെ റിവെഞ്ച് എന്ന സിനിമ ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ, തെലുങ്കു, ഹിന്ദി പല ഭാഷകളിലായിട്ട് പടം നമ്മുടെ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഓവർസീസിൽ പടം OTT റിലീസിന് പോകുന്നു നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ. അതും കംപ്ലീറ്റ് ആയിട്ട് പുതിയൊരു വേർഷൻ ആണെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 3 മണിക്കൂർ 52 മിനിറ്റ്. ഇന്ത്യയിൽ ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. റിലീസ് ഡേറ്റ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. മെയ് 14 പറയുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യയിൽ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കറുപ്പ് സിനിമയുടെ തമിഴ്നാട് ബുക്കിങ്ങും അതുപോലെ തന്നെ സിനിമ ട്രെയിലർ അപ്ഡേറ്റുമാണ്. തമിഴ്നാട്ടിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കുന്നതാണ്. സൂര്യ, തൃഷ, യോഗി ബാബു, ഇന്ദ്രൻസ് എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങൾ. സായി അഭ്യങ്കർ ആണ് സിനിമയിലെ മ്യൂസിക്. ഡയറക്ഷൻ നമ്മുടെ RJ ബാലാജിയാണ്. മെയ് 14 പടം വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഇനി സിനിമയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ളത് ആകപ്പാടുള്ളത് ട്രെയിലർ തന്നെയാണ്. സിനിമയുടെ ഭാഗം നിലവിൽ ഇതുവരെയായിട്ട് ഓഡിയോ ലോഞ്ചിന്റെ സോങ്സ് പുറത്തിറങ്ങിയ എല്ലാ ആൽബം, പിന്നെ സിനിമയുടെ ഭാഗത്ത് നിന്ന് തൃശ്ശേന്റെ ഒരു ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ക്യാരക്ടർ ഗ്ലിംസ്. പിന്നെ സിനിമയുടെ ഭാഗത്ത് നിന്ന് ടീസർ പുറത്തിറങ്ങി. ഇനി ആകപ്പാടെ വരാനുള്ള ട്രെയിലർ തന്നെയാണ്. നിലവിലെ ഈ പൊളിറ്റിക്കലായ കുറച്ച് പ്രഷറിലാണ് തമിഴ്നാട് കുറച്ച് ദിവസമായിട്ട്. അപ്പൊ അതിന്റെ തിരക്ക് നാളത്തോടെ കഴിയുമെന്ന് ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാളെ വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് സിനിമയുടെ ട്രെയിലർ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 മിനിറ്റ് 24 സെക്കൻഡ് ആണ് സിനിമയുടെ ട്രെയിലറിന്റെ സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്ന റൺ ടൈം. എന്തെങ്കിലും കാത്തിരിക്കുന്ന നമുക്ക് സിനിമയുടെ ട്രെയിലറിനായിട്ട് നാളെ വൈകുന്നേരത്തോടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിജയ് ദേവരങ്കോണ്ടിന്റെ പിറന്നാൾ ദിനമാണ്. അതുകൊണ്ട് തന്നെ പിറന്നാൾ ദിനം അനുബന്ധിച്ച് ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കണം അദ്ദേഹത്തിന്റെ പുതിയ സിനിമ റൗഡി ജനാർദ്ദന എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത്. സിനിമയിൽ നായികയായിട്ട് കീർത്തി സുരേഷൊക്കെയാണ്. പിന്നെ വിജയ് ദേവരങ്കോണ്ട. മ്യൂസിക് നമ്മുടെ പ്രമേഹം സിനിമയിലെ മ്യൂസിക് ഡയറക്ടറായ ക്രിസ്റ്റോ സേവിയർ ആണ്. ഡയറക്ടർ വേറെ ആരുമല്ല, രവി കിരൺ കൊലയാണ്. എന്തായാലും സിനിമയുടെ ഭാഗം നല്ലൊരു പോസ്റ്റർ തന്നെയാണ് പുറത്തു വന്നത്. ഈ സിനിമ ഈ വർഷമാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ഓണം പ്രമാണിച്ച് റിലീസ് ചെയ്യാൻ പോകുന്ന പൃഥ്വിരാജിന്റെ പുതിയ സിനിമയാണ് ഖലീഫ എന്ന് പറഞ്ഞ സിനിമ. 20 പടം റിലീസ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനീഷ്യലായിട്ട്. വൈശാഖാണ് സിനിമയുടെ സംവിധായകൻ. മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയ് ആണ്. ലാലേട്ടന്റെ അടിപൊളി ക്യാമറകളൊക്കെ വരുന്ന സിനിമയാണ്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ കാലിക്കറ്റ് വെച്ച് നടക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ഭാഗമായിട്ടൊരു പോസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. പോസ്റ്റർ അല്ല, ഒരു ലൊക്കേഷൻ ഫോട്ടോ. എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഖലീഫ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ റാണ ബലി എന്ന സിനിമയുടെ
ഭാഗത്തു നിന്നും ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ വന്നിരിക്കുകയാണ് നമ്മുടെ വിജയ് ദേവരങ്കോണ്ടയുടെ ഭാഗത്ത് നിന്ന്. വിജയ് ദേവരങ്കോണ്ട, രശ്മിക മന്ദാനയൊക്കെയാണ് ഈ ഒരു പടത്തിൽ അഭിനയിക്കുന്നത്. മ്യൂസിക് അജയ്, അതുൽ എന്നിവരൊക്കെയാണ്. ഡയറക്ഷൻ നമ്മുടെ രാഹുൽ സൻകൃത്യനാണ്. നമ്മുടെ ശ്യാം സിംഗാറോയ് എന്ന സിനിമയും ടാക്സിവാല സിനിമയുടെ സംവിധായകനുമാണ്. സിനിമ ഈ വർഷം സെപ്റ്റംബർ മാസമാണ് 11 റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിങ്ങനെ ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളിലെ അപ്ഡേറ്റുകൾക്കായിട്ട്. പക്ഷേ എല്ലാവരും ഇത് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.